اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. മുഹറം 10 ആഷൂറയിൽ ലോകത്ത് തുല്യതയില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും വിശ്വാസികൾക്കൊക്കെ ഹൃദയത്തിൽ വിങ്ങലേൽപ്പിക്കുന്ന ഒരു ചരിത്രമാണ് മുഹറം 10 ഷഹീദായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റേത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാളിച്ചും സ്നേഹിച്ചും വാത്സല്യത്തോടുകൂടെ വളർത്തിയ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചുണ്ട് പതിയാത്തൊരു ശരീരം പോലും, ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും ഹുസൈൻ തങ്ങളുടെ ശരീരത്തിലില്ല എന്ന് താരീഖിൻ്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും. അത്രത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്നേഹിച്ച ലാളിച്ച സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ഭരണം നടത്തുന്ന സന്ദർഭത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദ് ഇറാഖിലെ കൂഫയിൽ ഭരണം നടത്തുന്ന കാലമാണ്. അന്നേ വരെ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാത്ത ഇസ്ലാമിക രീതിക്ക് എതിരായിട്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദ് കൂഫയിൽ ഭരണം നിലനിർത്തിയത്. യസീദിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നരകയാതന അനുഭവിച്ച പാവങ്ങളാകുന്ന സമൂഹം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനിക്ക് മദീനയിലേക്ക് ഒരു കത്തയച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഭരണം നടത്തുന്ന യസീദ് ഞങ്ങളെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് എന്നും അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാതയിൽ നിന്ന് പല നിലക്കും അക്രമത്തോടുകൂടെയാണ് യസീദ് ഭരണം നടത്തുന്നത് എന്നും പറഞ്ഞ് ഒരു കത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ തങ്ങൾക്ക് മദീനയിലേക്ക് അയച്ചു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും നിങ്ങളെ വരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഒരു കത്തും അതോടുകൂടെ തന്നെ അയച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുനാ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് അയച്ചു. കൂഫയിലേക്ക് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹുവിനിക്ക് മനസ്സിലായത് ഇവിടേക്കെങ്ങാനും ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നാൽ അദ്ദേഹത്തെ പിടികൂടുമെന്നും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുമെന്നും ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹുവിനിക്ക് മനസ്സിലായി. അവിടുത്തെ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് കത്തയക്കുന്നതിൻ്റെ മുമ്പേ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ യസീദിൻ്റെ ഭരണാധിപനായ ഇബ്നു സിയാദ് പിടികൂടുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ആദ്യം മനസ്സിലാക്കിയത് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി. കൂഫക്കാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്കൊന്ന് വരണം, നിങ്ങൾ ഹാർദവമായി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് കൂഫക്കാർ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ തങ്ങളെ കൂഫയിലേക്ക് ക്ഷണിക്കുകയാണ്.
കൂഫയിൽ എത്തിയ ശേഷമാണ് ഹുസൈൻ തങ്ങൾക്ക് അവിടുത്തെ ചുറ്റുപാടുകളും പ്രയാസങ്ങളും മനസ്സിലായത്. കൂഫയുടെ അടുത്ത് കർബല എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇബ്നു സിയാദിന്റെ 1000-ഓളം വരുന്ന സൈന്യം ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവിടെ തടഞ്ഞു. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളുടെ ഭരണാധികാരി പിന്നെ ആരേക്കാരം ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇബ്നു സിയാദ്, യസീദിന്റെ സൈനിക തലവനാകുന്ന ഇബ്നു സിയാദ് ഹുസൈൻ തങ്ങളെ കൂഫയിൽ വെച്ച് തടഞ്ഞു. 72ഓളം വരുന്ന ആ സംഘത്തെ ഇബ്നു സിയാദ് തടയുകയും എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ അവിടെ തടങ്കലിൽ വെക്കുകയും ചെയ്തു. അങ്ങനെ മുഹറം 10 സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രീതിക്ക് എതിരായി ഭരണം നടത്തുന്ന യസീദിനെയും ഇബ്നു സിയാദിനെയും ആ നാട്ടിൽ നിന്ന് പരാജയപ്പെടുത്താൻ വേണ്ടി 72ഓളം വരുന്ന തുച്ഛമായ അംഗസംഖ്യയുള്ള ആ ചെറിയ ജനസമൂഹം 1000-ഓളം വരുന്ന ഇബ്നു സിയാദിന്റെ സംഘത്തോട് പോരാടുകയാണ്. ആ പോരാട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും ഒരു തുള്ളി വെള്ളം പോലും നദിയിൽ നിന്ന് കൊടുക്കാൻ അവർ തയ്യാറായില്ല. കുട്ടികളൊക്കെ ദാഹിച്ച് കരയുകയാണ്. ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളുടെ 6 മാസം പ്രായമുള്ള അലി അസ്ഗർ റളിയല്ലാഹു അൻഹു ഉമ്മയുടെ മാറിൽ മുലപ്പാലില്ലാതെ കുട്ടി കരയുമ്പോൾ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ശത്രു സമൂഹത്തോട് പറഞ്ഞു, അല്ലയോ സമൂഹമേ, ഈ വാവിട്ട് കരയുന്നത്, വെള്ളമില്ലാതെ കരയുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഇബ്നു സിയാദിന്റെ സൈന്യത്തിന് അതിൽ യാതൊരു പശ്ചാത്താപത്തിന്റെ മനസ്സും തോന്നിയില്ല. മഹദിയാകുന്ന ബീവി ഷഹർബാൻ റളിയല്ലാഹു അൻഹ 6 മാസം പ്രായമുള്ള കുട്ടിയെ തൊട്ടിലിട്ട് താരാട്ട് പാടുകയാണ്. ഓമേനപ്പൂ മുത്തേ കരയല്ലേ മോനെ, അസ്ഗറെ കണ്ണേ കരയല്ലേ, ആനന്ദ പൊന്നും മണിയല്ലേ മോന്, ആടിപ്പാടും അമ്രാരോ, അസദിൽ ഇലാഹിൻ പൗത്രനല്ലേ മോന്, ആടി വീശന്ന് തളർന്നില്ലേ എന്ന് സ്നേഹത്തോടുകൂടെ ഷഹർബാൻ ബീവി റളിയല്ലാഹു അൻഹ പാടുന്നത് കവി വിവരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ 6 മാസം പ്രായമുള്ള കുട്ടി പിന്നെയും പിന്നെയും കരഞ്ഞപ്പോ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ മാറോട് ചേർത്തിക്കൊണ്ട് ശത്രു സമൂഹത്തോട് പറയുന്നു, സമൂഹമേ, നിങ്ങൾ ഈ കുറ്റം എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും? ഈ 6 മാസം പ്രായമുള്ള എൻ്റെ പൊന്നുമോൻ വെള്ളം കിട്ടാതെ കരയുകയാണ്, ഉമ്മയുടെ മാറിൽ മുലപ്പാലില്ലാതെ കരയുകയാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം തരുമോ എന്ന് പറയുമ്പോൾ ശത്രുപാളയത്തിൽ നിന്ന് ഒരു അമ്പങ്ങ് വന്ന് വീഴുകയാണ്. ഈ അലി അസ്ഗർ എന്ന് പറയുന്ന 6 മാസം പ്രായമുള്ള ഈ കുട്ടിയുടെ തൊണ്ടയിൽ ആ അമ്പ് വന്ന് പതിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരക്കുട്ടി ഒന്ന് ഉറക്കെ പോലും കരയാൻ കഴിയാതെ ലോകത്തോട് വിട പറയുകയാണ്. സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഇനി പോരാട്ടം തന്നെ പോരാട്ടം. അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പേരക്കുട്ടി സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും തൻ്റെ കൂടെയുള്ള 72ഓളം പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ സംഘം ഈ ശത്രു സംവിധാനത്തോട് പോരാടുകയാണ്. അൽ ഹസനു വൽ ഹുസൈൻ ലിന്നബി ഖുറത്തു ഐൻ നൂറുഹും കശംഅതൈൻ ജദ്ദുഹും സല്ലു അലൈഹി. അല്ലാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു ശത്രു സംഘത്തോട് പോരാടുന്നു.
തനിക്ക് വെള്ളം തരാത്തത് കണ്ടപ്പോ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ ശത്രു സമൂഹമേ, ഞങ്ങൾക്കിനി ദുനിയാവിലെ വെള്ളം വേണ്ട. നാളെ ആഖിറമാകുന്ന ലോകത്ത് എൻ്റെ വല്ലിപ്പയാകുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഇന്നനാ നർജു ഇലാ കഅസി ഹൗളിക ലിൽ അത്ശ് യൗമ നശരി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. നാളെ പരലോകത്ത് ഹൗലുൽ കൗസർ എന്ന് പറയുന്ന പാനീയം വിതരണം ചെയ്യുന്നത് എൻ്റെ വല്ലിപ്പയാകുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ദുനിയാവിലെ വെള്ളം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ശത്രുക്കളോട് പോരാടുകയാണ്. ഒരുപാട് നേരത്തെ പോരാട്ടത്തിനൊടുവിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. ഉടലും തലയും വേറെയാക്കി സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അപമാനിക്കുകയാണ്. ആ സയ്യിദുനാ ഹുസൈൻ തങ്ങളുടെ ശിരസ് ഇന്ന് ഉള്ളത്, ആ മക്ബറയുള്ളത് ഈജിപ്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഉടൽ ഭാഗമുള്ളത് ഇന്ന് കർബല എന്ന് പറയുന്ന പുണ്യസ്ഥലത്താണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം ആ വഫാത്ത് കണ്ട എത്രയോ ആളുകളെ കണ്ണിന് കാഴ്ചപോയി എന്ന് അല്ലാമ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉ കറാമാത്തിൽ ഔലിയ എന്ന് പറയുന്ന കിതാബിൽ എഴുതി വച്ചിട്ടുണ്ട്. ലോകത്ത് ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെ കുടുംബത്തിനെ വളരെ നിസ്സാരമാക്കിയ, നിന്ദിച്ച മറ്റൊരു പോരാട്ടം ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അത്രമാത്രം അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനെ അവർ പ്രയാസപ്പെടുത്തി, ആ കുടുംബത്തിന് മങ്ങലേൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നും ഇറാഖിൽ നല്ല രൂപത്തിലുള്ള ഒരു ജീവിതം ആളുകൾക്ക് വളരെ കുറവാണ്. ബഹുമാനപ്പെട്ട അല്ലമ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉ കറാമാത്തിൽ ഔലിയ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൽ അതിന് കാരണക്കാരായ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിട്ടു എന്ന് കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂഫക്കാരാകുന്ന പല പണ്ഡിതന്മാരും സ്വപ്നത്തിൽ കണ്ടു. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ദേഷ്യത്തോടുകൂടെ, വളരെ പ്രയാസത്തോടുകൂടെ നിൽക്കുന്നത് കൂഫക്കാരാകുന്ന പല ആളുകളും സ്വപ്നത്തിൽ കണ്ടതായി താരീഖിൻ്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ മുഹറം 10 എന്ന് കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ വഫാത്ത് കൂടി അതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആ യുദ്ധത്തിൻ്റെ കൊടും ഭീകരത അത് വർണ്ണിക്കാൻ പാടില്ല എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം ഭീകരതയായിരുന്നു, അത്രമാത്രം വലിയ ക്രൂരതയായിരുന്നു അവർ ചെയ്തിരുന്നത് എന്ന് താരീഖിൻ്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ ഈ മുഹറം 10 നമ്മിലേക്ക് സമാഗതമായി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ തങ്ങളുടെ പേരിൽ ഒരു യാസീൻ ഓതി, ഒരു ഫാത്തിഹ ഓതി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. ഞാൻ കഴിഞ്ഞ വർഷം ഈജിപ്തിലേക്ക് പോയപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം, ആ ദർഗ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് സിയാറത്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചു. എൻ്റെ ഷേഖാകുന്ന ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എവിടെയും പോകണ്ട, ഹുസൈൻ തങ്ങളെ മഖാമിൽ നിങ്ങൾ പോയാൽ അവിടെ എല്ലാവരുമുണ്ട്. അത് ഇൽമിൻ്റെയും ഇർഫാനിൻ്റെയും മഅരിഫത്തിൻ്റെയും ഹുബിൻ്റെയും ഉറവിടമാണ്. നിങ്ങൾ അവിടെ പോയി സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മായ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്കതിന് സാധിച്ചു. അവിടെ ഞങ്ങൾ കണ്ട പല കാര്യങ്ങളും, പല ദേശത്തുള്ള, പല രാജ്യത്തുള്ള പല ആളുകളും സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ദർഗയിൽ വന്നിരിക്കുന്നത്, മാസങ്ങളോളം ഇരിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. വല്ലാത്ത ആത്മീയമായ അനുഭൂതിയുള്ള, ആത്മീയമായ വല്ലാത്ത ഉന്മേഷം തരുന്ന ഒരു മക്ബറ, അതുപോലത്തെ ഒരു മക്ബറ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല.
അവിടെ ആരെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആരെങ്കിലും അവിടെ കിടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെ കാണാൻ കഴിഞ്ഞ ചരിത്രം അവിടുത്തെ ഖാദിമീങ്ങളാകുന്ന ആളുകൾ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും അവിടെയൊക്കെ പോകാനും ആ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് ഹിദായത്ത് ലഭിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.